ഹലോ ഹലോ, ഹലോ. ഇത് മർക്കസ് നോളജ് സിറ്റിയിലെ യുനാനിയാണ്. യുനാനി അല്ലേ? ആ ആ ഇവിടെ ഒരാള് മരിച്ചെടുക്കുന്നുണ്ട്. മരിച്ച ആളെ പിന്നെ യുനാനി ട്രീറ്റ്മെന്റിൽ ജീവിപ്പിക്കാൻ പറ്റുമോ? ഹലോ, മരിച്ച ഒരാള് യുനാനി ഹലോ. ട്രീറ്റ്മെന്റ് കൊടുത്ത് ജീവിപ്പിക്കാൻ പറ്റുമോ? ആ കഴിയും. എന്താ അപ്പൊ അസുഖം എന്താ? ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നാലോ? എങ്ങനെ? ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നാലോ? ബോഡി രാമനാട്ടുകാരനാ കൊണ്ടുവന്ന വിളിക്കണത്. ഓക്കെ. ബോഡി കൊണ്ടിട്ടേ ബോഡി കൊണ്ടുവന്നാൽ എങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് എന്താ അസുഖം? എന്താ എന്തെങ്കിലും അസുഖമായിട്ട് കിടത്ത അങ്ങനെ എന്തെങ്കിലും ആണോ? ആള് മരിച്ചണ്. പിന്നെ ഇങ്ങനെ ജീവിപ്പിക്കാൻ കഴിയാ? അത് അബ്ദുൽ നസീറി പറഞ്ഞല്ലോ, എപ്പിസ്ഥാന്റെ മോൻ പറഞ്ഞല്ലോ. അങ്ങനെ യുനാനി അറിയില്ല കേട്ടോ. മർക്കസിന് പറഞ്ഞ അങ്ങനെ ആളോട് തന്നെ ജീവിപ്പിച്ചു പറഞ്ഞു. ചോദിച്ചു നോക്കൂ. നിങ്ങള് പിന്നെ മർക്കസിന്റെ ആളായിട്ടാണല്ലോ പറയണത് മൂപ്പര്. മർക്കസ് ഇത് നോളജ് സിറ്റിയിലേക്കാണ് അതെ വിളിച്ചിരിക്കണേ. അതെ, എനിക്ക് വേണ്ടപ്പെട്ട ആളേനി മരിച്ചത്. കൊണ്ടുവന്നോട്ടെ മേഡം? ഹലോ, ഞാൻ എന്താ എങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ എന്താ പറയാ? എനിക്ക് അറിയില്ല. അല്ല അങ്ങനെ ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്ന കാര്യം എനിക്ക് അറിയില്ല. അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇത് ആ വോയിസ് എന്റെ അടുത്തുണ്ട്. മൂപ്പര് വയത് പറയണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ആ വോയിസ് ഒന്ന് അയച്ചു തരുമോ? ഓക്കെ ഓക്കെ, അയച്ചു. ഓക്കെ, ശരി. ഇതിൽ വാട്സപ്പ് ഉണ്ടോ? വാട്സപ്പ് ഉണ്ട്. ഓക്കെ. ഇന്നിപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജുണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ ഇങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു.